സർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്ത്രപ്രധാനമായ ചില കരാറുകളിൽ ഏർപ്പെടാൻ സൗദി അറേബ്യ സന്ദർശിച്ചിരിക്കുകയാണ്. യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് ആ സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങേണ്ടി വന്നെങ്കിലും വളരെ നിർണായകമായ പല ചർച്ചകളും ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടെ നടന്നു എന്നാണ് അറിയുന്നത്. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? 2 ദിവസത്തെ ചർച്ച ഒരു ദിവസമായി വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും ഭാരതത്തിനും സൗദിക്കുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് നീങ്ങുകയാണ് ഭാരതവും സൗദി അറേബ്യയും തമ്മിൽ. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് ഹബ്ബായി, കാരണം ഭാരതത്തിനും യൂറോപ്പിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു ഹബ്ബായി, കേവലം ഒരു ഇക്കണോമിക് ഹബ്ബ് മാത്രമല്ല, ഒരു ലോജിസ്റ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബായി മാറണം എന്ന ആഗ്രഹം പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ അതെ, അത് ഒരു ഓയിൽ റിച്ച് ഇക്കോണമിയിൽ നിന്നും കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ഇക്കോണമിയിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്കും നീങ്ങണമെന്ന സൗദി അറേബ്യയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭാരതം നൽകുന്ന ഒരു തന്ത്രപ്രധാനമായ സപ്പോർട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ, നമ്മുടെ ടെക്നോളജി, അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മുടെ വൻപൻ കമ്പനികൾ, ലാസ്ല ആൻഡ് ട്യൂബ്രോ ഉൾപ്പെടെയുള്ള നിർമ്മാണ കമ്പനികൾ നൽകുന്ന ഒരു സോളിഡിറ്റി, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഭാരതത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സൗദിയിൽ കേവലം $3 ബില്യൺ മാത്രമാണ്. സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് $10 ബില്യൺ. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ പെട്രോകെമിക്കൽ സെക്ടറിൽ, ഓയിൽ റിഫൈനിങ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സൗദി തയ്യാറാണ്, എണ്ണ കയറ്റുമതി ചെയ്യുക എന്നതിന് ഉപരിയായി. അപ്പോൾ ആ രീതിയിലുള്ള ധാരണകളിലേക്കാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സംസാരം എത്തിയത്. അത് മാത്രമല്ല, ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിന് വേണ്ടി സൗദി അറേബ്യ ഭാരതത്തെ ഒരു പരിധിവരെ ഭാരതത്തിൻ്റെ സഹകരണം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചന ശുഭോദർക്കമാണ്. ഞാൻ അതായിരുന്നു അടുത്ത് ചോദിക്കാൻ പറഞ്ഞത്. ഒരു മികച്ച സൈനിക സഹകരണം സൗദി ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സൗദിയിലെ സൈനികരെ പരിശീലിപ്പിക്കാൻ പോലും ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ വെളിച്ചത്തിൽ അവരെ പരിശീലിപ്പിക്കാൻ പോലും അവർ ഇന്ത്യൻ സഹായം തേടുകയാണ്. അത് സംബന്ധിച്ചും എന്തെങ്കിലും ചർച്ചകൾ നടന്നതായിട്ട് വിവരങ്ങളുണ്ടോ? അങ്ങനെ ആ രീതിയിലാണ് ചർച്ചകളുടെ ഒരു അജണ്ടയിൽ ആ വിഷയമുണ്ടായിരുന്നു. തീരുമാനങ്ങൾ ഇപ്പം ദ്രുതഗതിയിൽ ഇന്ന് വൈകിട്ട് മോദി സൗദിയിൽ നിന്ന് മടങ്ങേണ്ടത് നേരത്തെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മടങ്ങേണ്ട ഒരു അവസരം വന്നപ്പോൾ ഒരു ജോയിൻറ്റ് കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്താണ് ഉൾപ്പെടുത്തുക എന്നതിനെക്കുറിച്ചുണ്ടായ ആശയക്കുഴപ്പം കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഓർഡിനൻസ് നിർമ്മാണ രംഗത്ത്, ആയുധ അമ്യൂണേഷൻ നിർമ്മാണ രംഗത്ത് ഒരു സാമാന്യം വലിയ ശക്തിയാണ്. അത് സൗദിക്ക് അത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫൈറ്റർ പ്ലെയിൻസ് നമുക്ക് ഒരുപക്ഷെ കൊടുക്കാൻ സാധിക്കില്ല. അത് അമേരിക്കൻ F-16 ആൻഡ് F-35 സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ സൗദി അമേരിക്കയിൽ നിന്നും വാങ്ങും. പക്ഷേ അതേസമയം മറ്റ് അമ്യൂണേഷൻസിൻ്റെ വലിയ കയറ്റുമതി സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഉഭയകക്ഷി വ്യാപാരം 10 മടങ്ങ്, ഒരു $100 ബില്യൺ വ്യാപിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് സൗദിയുടെ ചിന്ത, സൗദിയുടെയും ഇന്ത്യയുടെയും ചിന്ത. ഇപ്പോൾ തുച്ഛമായൊരു $45 ബില്യൺ നിന്നും ഇരട്ടിയിലധികമാക്കി മാറ്റാനുള്ള ഒരു നീക്കം. മാത്രമല്ല, പ്രവാസികൾ ഏറെയുള്ള ഒരു സ്ഥലം, ഇന്ത്യൻ പ്രവാസികൾ 25 ലക്ഷത്തിലധികം മലയാളി ഡയസ്പോറ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് അവരുടെ റെമിറ്റൻസ് തന്നെ $11 ബില്യൺ പെർ ഇയർ സൗദിയിൽ നിന്നുമുള്ള പ്രവാസി ഭാരതീയരുടെ ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ്. അപ്പോൾ ഇത് സൗദി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗദിക്ക് ഇന്ത്യയും, ഇന്ത്യക്ക് സൗദിയെയും വളരെയധികം ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. സാർ, ഈ പൊതുവേ നമ്മളിപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ ഒരു വലിയ എന്താ പറയണ്ടേ, ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. റഷ്യയിൽ നിന്ന് വാങ്ങിക്കണോ, സൗദിയിൽ നിന്ന് വാങ്ങണോ, അതോ അമേരിക്കയും കടന്നു വരുന്നു. ഈ മാറിയ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്ന് നമ്മൾ കാര്യമായിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാറിയിട്ട് സൗദി നമ്മുടെ ഒരു മെയിൻ വെഞ്ചറായി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എണ്ണ തരുന്ന ഒരു രാജ്യമായി മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭൈമീകാമുകരായി വരുന്നത് 3 പേരാണ്, 3 രാജ്യങ്ങളാണ്. 1 സൗദി ഇറ്റ്സെൽഫ്, അതായത് സൗദി അറേബ്യയിൽ നിന്നും നമ്മൾ പരമ്പരാഗതമായി ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെയാണ് പരമ്പരാഗതമായി ഏറെ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. ഒപെക് മേഖലയിൽ നിന്നുമുള്ള ഇറക്കുമതിയായിരുന്നു പരമ്പരാഗതമായി ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്ന് കാര്യമായി ഇറക്കുമതി ഉണ്ടായിട്ടില്ല. എണ്ണയുടെ കാര്യത്തിൽ ചെറിയ തോതിലുണ്ട്, പക്ഷേ വലിയ തോതിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ റഷ്യ വലിയ ഉപരോധം, ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉപരോധം നേരിട്ടപ്പോൾ ഭാരതവും ചൈനയുമാണ് വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിയത്.
ഉവ്വ്. ഇറാൻ ഉപരോധം നേരിട്ടപ്പോൾ ഇറാനിൽ നിന്ന് പോലും ഭാരതം എണ്ണ വാങ്ങി ആ തോത് ഇപ്പോൾ കുറച്ചുകൊണ്ടുവരുന്നു. ഭാരതത്തിൻ്റെ ഒരു പോളിസി ഒരു സിംഗിൾ രാജ്യത്തിന് നേരെ വലിയ ഡിപ്പെൻഡൻസി ഉണ്ടാകാതെ, ഒന്നുകിൽ ഒപെക് മേഖലയിലെ രാജ്യങ്ങൾ, സൗദി ഉൾപ്പെടെ, അല്ലെങ്കിൽ റഷ്യ, അമേരിക്ക, ഇങ്ങനെ രാജ്യങ്ങൾക്ക് മേൽ ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകാതെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു തിരക്കിലാണ് ഭാരതം. അത് മാത്രമല്ല, ഭാരതം നെറ്റ് ഇമ്പോർട്ടർ ആണെങ്കിൽ പോലും ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ എണ്ണയുമായി ബന്ധപ്പെട്ട ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് മൂല്യവർദ്ധന വരുത്തി ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഫ്യൂവൽ, ഗ്രീസ് എന്ന് വേണ്ട, നാഫ്ത എന്ന് വേണ്ട വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് കയറ്റുമതി ചെയ്യുന്ന വലിയൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ പെട്രോകെമിക്കൽ കമ്പനികളുള്ള അല്ലെങ്കിൽ റിഫൈനറികളുള്ള രാജ്യം കൂടിയാണ് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഭാരതം. അതുകൊണ്ട് തന്നെ ഈ എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും 80% നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അത് വലിയൊരു ഡിപ്പെൻഡൻസിയാണെന്ന് തോന്നാം. പക്ഷേ അതിൽ നിന്നും ഒരു സാധ്യത കണ്ടെത്തി നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് വിവിധ രാജ്യങ്ങളുമായി ഇറക്കുമതിക്ക്, ഹൈഡ്രോ കാർബൺ ഇറക്കുമതിക്കും, അത് പ്രകൃതിവാതകം, LPG, അതുപോലെ CNG, LPG ആൻഡ് ഓൾസോ ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് ഭാരതം. അതുകൊണ്ടാണ് സൗദി അറേബ്യയും അമേരിക്ക ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ്, നമുക്ക് ഇന്ത്യ അമേരിക്കൻ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് $46 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. അത് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ അമേരിക്കയ്ക്ക് വിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എണ്ണയാണ്. റഷ്യക്കുള്ളതും എണ്ണയാണ്, സൗദിക്കുള്ളതും എണ്ണയാണ്. ഈ 3 രാജ്യങ്ങളും ഇന്ത്യയെ മാടി വിളിക്കുന്നു, വാങ്ങൂ, ഞങ്ങളിൽ നിന്ന് വാങ്ങൂ എന്നാണ് പറയുന്നത്. ഇന്ത്യ ആരുമായി അല്ലെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താനായിരിക്കും ഇന്ത്യയുടെ ഒരു താല്പര്യം? അങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന നയത്തിനല്ല സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. കാരണം സൂചിപ്പിച്ചായിരുന്നു, ആരെയും പരമാവധി ആശ്രയിക്കാതെ, എല്ലാവരോടും സമദൂരം എന്ന് പറയാനൊക്കില്ല, ശരിദൂരം. NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ശരിദൂരമാണ് ഒരുപക്ഷെ കറക്റ്റ്. സമദൂരം ഒരുപക്ഷെ സാധ്യമാകണമെന്നില്ല. ശരിയായ ദൂരം ഭാരതം പരമാധികാരം ഉപയോഗിച്ച്, സ്ട്രാറ്റജിക് ഓട്ടോണമി ഉപയോഗിച്ച് തീരുമാനിക്കും. നിങ്ങൾ എത്ര വരട്ടിയാലും, ഉപരോധം എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാലും റഷ്യയിൽ നിന്നും ഞങ്ങൾ എണ്ണ വാങ്ങും, അത് ലാഭകരമായി വാങ്ങും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇറാനിൽ നിന്ന് വാങ്ങും എന്നുകൂടി പറയാൻ മുൻകാലങ്ങളിൽ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാനുള്ള ആർജവം ഭാരതം കാട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി വർക്ക് ചെയ്യുന്നത്. സർ, അതുപോലെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രത്യേകിച്ചും പഹൽഗാമിൽ നടന്ന ഈ ആക്രമണം, നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം, 28 പേര് കൊല്ലപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ സൗദിയുമായിട്ടുള്ള നമ്മുടെ ആ ഒരു സൈനിക സഹകരണവും അങ്ങിപ്പോൾ പറഞ്ഞതുപോലൊരു സ്ട്രാറ്റജിക് ഒരു എന്താ പറയണ്ടേ കോർപ്പറേഷൻ, അത് ആ സഹകരണവും ഇനി അത് എത്ര കണ്ട് വർദ്ധിക്കും, അല്ലെങ്കിൽ അതിനെന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ സാധിക്കും? ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സൗദി അറേബ്യ ഇന്ത്യയുടെ കാശ്മീർ പോളിസിയെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. കാരണം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, ഭാഗമാണ് എന്ന് പരസ്യമായ നിലപാടെടുത്ത് അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ്റെ സൈന്യത്തിന്, പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിന്, പാക് രാഷ്ട്രത്തിന് തീർത്തും അസ്വീകാര്യമായ ഒരു നിലപാടാണ് GCCയിലെ ഏറ്റവും പ്രമുഖ രാജ്യമായ സൗദി അറേബ്യയുടെ ഈ നിലപാട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഭീകരർ നരേന്ദ്രമോദി അവിടെ പോയ ആ സമയം, സൗദി അറേബ്യ സന്ദർശിച്ച സമയം തന്നെ തിരഞ്ഞെടുത്ത് ആക്രമണത്തിലേക്ക് പോയതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഈ ഫാക്ടറാണ്. അതേപോലെ തന്നെ അമേരിക്ക ഇതേക്കുറിച്ചൊന്നും ബോധമിടല്ല. കാശ്മീർ ഇഷ്യൂ എന്നുള്ളൊരു വിഷയമേ അമേരിക്കയ്ക്ക് ബാധകമല്ല. ഇന്ത്യ പോലും പാകിസ്ഥാൻ വിഷയം വളരെ കാര്യമായി ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പം ലോക ശ്രദ്ധയിൽ നിന്നും കാശ്മീർ മാഞ്ഞു പോവുകയാണോ എന്ന ഒരു ഭയപ്പാട് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസിൻ്റെ സന്ദർശനവേള, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനവേള, കൃത്യമായ ആ ഒരു സമയം ടൂറിസം രംഗം പുഷ്ടിപ്പെടുന്നു, അങ്ങനെ സമാധാനം അവിടെ വ്യാപിക്കുന്നു എന്നൊരു ചിന്ത, ഇതിനെല്ലാം തന്നെ ഒരു വെടിക്ക് പല പക്ഷികൾ എന്നതായിരുന്നു പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്, TRF എന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ആക്രമണത്തിൻ്റെ പിന്നിലെ ചേതോവികാരം. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു വേണ്ടത്ര വിജയം അവർക്ക് ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന നേട്ടം അതിൽ കൊയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീവ്രവാദത്തിന് ആത്യന്തികമായി പരാജയമേ ഉണ്ടാകൂ.
തീവ്രവാദത്തിന് തൽക്കാലത്തേക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം, അത് പൊളിറ്റിക്കൽ ഗെയിനാണ്. മറഞ്ഞിരിക്കുന്ന ശക്തികൾ മിലിറ്ററിസ്റ്റിക് ആൻഡ് പൊളിറ്റിക്കൽ. പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ ജനതയുടെ വലിയ പ്രതിഷേധമുണ്ട്. അവർ ഈ പറയുന്നതൊന്നും പ്രവർത്തിച്ച് കാട്ടുന്നില്ല. ഇന്ത്യ വിരോധത്തിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ട ഒരു ജനത അവരുടെ സൈന്യത്തിൽ നിന്നും അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സൈന്യത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടാകണം. അതുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റങ്ങളും ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതും അതിനുവേണ്ടി ഇൻ്റർലൊക്യൂട്ടേഴ്സിനെ ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കൂ, TRF എന്ന സംഘടന, ആ സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ആക്രമണത്തിൻ്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ കസൂരി, സൈഫുള്ള ഖസൂരി എന്ന് പറയുന്ന ആ വ്യക്തിയെ 3 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പാകിസ്ഥാൻ്റെ 3 പ്രദേശങ്ങളിൽ സൈഫുള്ള ഖസൂരി ഒരു പ്രോമിസ് കൊടുത്തു. ജനക്കൂടുതൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി യങ്സ്റ്റേഴ്സിനെ വിളിച്ചുകൂട്ടി വലിയ ബൊംബാസ്റ്റിക് വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രസംഗമാണ്, കോരിത്തരിപ്പിക്കുന്ന പ്രസംഗമാണ്. അവിടെ പറയുന്നത് എന്താ, ഫെബ്രുവരി മാസം 2026 പാകിസ്ഥാൻ കാശ്മീർ മോചിപ്പിച്ച് പാകിസ്ഥാനോടൊപ്പം ചേർത്തിരിക്കും എന്ന ഉറപ്പാണ് കൊടുക്കുന്നത് പാകിസ്ഥാൻ ജനതയ്ക്കും പാകിസ്ഥാൻ്റെ യുവാക്കൾക്കും. അപ്പം കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടൊരു മനസ്സാണ് പാകിസ്ഥാൻ്റെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, ഒരു വിഭാഗം ജനതയിലുള്ളത്. അത് കസൂരിയെ പോലുള്ള ആളുകളാണ് ചെയ്യുന്നത്. അതുപോലെ പാകിസ്ഥാൻ ആർമി ജനറലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ജനറൽ മുനീറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന അസിം മുനീർ, അദ്ദേഹം ഒരു 4 വാചകം പറയുമ്പോൾ ഒരു വാക്യം അത് ഖുറാനിൽ നിന്ന് കോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു പട്ടാള മേധാവിക്ക് യോജിച്ച വിധത്തിലല്ല അദ്ദേഹം. അത് ബ്രിട്ടീഷ് ഒരു മിലിറ്ററി പാറ്റേണിലാണ് മുൻഗാമികൾ. പർവേസ് മുഷറഫ് ആകട്ടെ, പർവേസ് കിയാനി ആകട്ടെ, സിയാവുൾ ഹക്ക് ആകട്ടെ, അതിന് മുന്നുള്ള യാഹിയ ഖാൻ ആകട്ടെ, എല്ലാവരും തന്നെ ഒരു ബ്രിട്ടീഷ് മിലിറ്ററി സ്കൂൾ മാതൃകയിലാണ്. ഒരു അവരൊക്കെ കുറച്ച് ചില മദ്യപാനം, ചില മറ്റു കാര്യങ്ങൾ, പക്ഷേ ഇതൊരു കറക്റ്റ് ഒരു ഇസ്ലാമിക ജീവിത രീതി കൂടി പിന്തുടരുന്ന ഒരു റാഡിക്കൽ ഇസ്ലാമിനോട് സോഫ്റ്റ് കോർണറുള്ള ഒരു പട്ടാള മേധാവി കൂടി പാകിസ്ഥാന് വരുമ്പോൾ ISI, പട്ടാളം, അതുപോലെ തന്നെ തീവ്ര വിഭാഗങ്ങൾ, മൗനാനുവാദവുമായി ഗവൺമെൻറ്റും എല്ലാം ചേരുമ്പോൾ തീർച്ചയായും ആ സാഹചര്യം ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.